ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അയ്യപ്പൻകാവിലേക്കും പിന്നെ മുടുപ്പിലാവ് ശിവക്ഷേത്രം അല്ല കേട്ടോ. എന്തെന്നാ ക്ഷേത്രത്തിന്റെ പേര്? മുടുപ്പിലാവ് മഹാവിഷ്ണു. അപ്പൊ നമ്മളിപ്പോ ഒരു ശിവക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പേരെന്താന്ന് പോലും മറന്നുപോയി ഞാൻ. അയ്യപ്പൻകാവിന്റെ അവിടെ കുറെ ശിവക്ഷേത്രങ്ങളുള്ള കാരണേ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല പുലർച്ചയായിട്ടുള്ളൂ, 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സുഖം കൊണ്ട് നല്ല ഈ നേരത്തൊക്കെ നല്ല സ്മെല്ലാണല്ലോ, എന്താ പറയുക, പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ടുള്ള നല്ല വായുവായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോൾ യാത്ര ചെയ്യാൻ നല്ല രസമായിരിക്കും നമുക്ക്. അപ്പം അങ്ങനെ വീടുകളൊക്കെ കണ്ട് നമ്മുടെ ആരും എണീറ്റിട്ടില്ല, പലരും എണീറ്റിട്ടില്ല, ആരും നല്ല പലരും എണീറ്റില്ല, പലരും എണീറ്റു. അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ആദ്യം അയ്യപ്പൻകാവിലേക്കാണ് എത്തിയത്. അപ്പോൾ ഒരു നല്ലൊരു പൂവ് കണ്ടു കേട്ടോ, നല്ലൊരു ചെടിയും എനിക്ക് പറിക്കുന്നുണ്ടായിരുന്നു, സമ്മതിച്ചില്ല. ഇത് അയ്യപ്പൻകാവ് ഞാൻ വീഡിയോസിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് അയ്യപ്പൻകാവിൽ നിന്ന് ശാസ്താവാണ് കേട്ടോ ആദ്യത്തെ പൂരം എഴുന്നള്ളി നടക്കുന്നത്. പിന്നെ ഈ വീടും ഈ പരിസരങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും പണ്ടത്തെ ഒരു വീടും കാര്യങ്ങളൊക്കെ ആണല്ലോ കണിമംഗലം ശാസ്താവ്. കണിമംഗലം ശാസ്താവാണ് ആദ്യത്തെ പൂരം ഉണ്ടാവുക കേട്ടോ തൃശ്ശൂർ പൂരത്തിന്. അങ്ങനെ ശാസ്താവിനെ നന്നായിട്ട് തൊഴാനായിട്ട് വന്നതാണ് കർക്കിടക മാസത്തിലെ. അങ്ങനെ അവിടെ നിന്ന് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും എല്ലാം സ്വീകരിച്ച് നല്ല പോലെ പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അധികം ഒരു തിരക്കുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഇത്തിരി നേരത്തെയാണ്, ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ നേരത്തെയാണ് ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. അപ്പം അങ്ങനെ ഏട്ടനും ഒക്കെ ഞങ്ങളെല്ലാവരും തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങായി. പിന്നെ ഈ സമയത്ത് തൊഴണം, അപ്പോഴാണ് മനസ്സിനും ഒരു സമാധാനം കിട്ടും, സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങായി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശിവക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകാൻ. ഞങ്ങളിവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ പറയുക, കർക്കിടക പുലരി എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. നല്ല സുഖമാണ്. മഴ ശരിക്കും പറഞ്ഞാൽ നല്ല മഴ ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ. ഇപ്പം അധികം മഴയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്കിങ്ങനെ നടക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അവിടെ നിന്ന് കുറച്ച് 2 അടി എന്നുവെച്ചാൽ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് നമ്മൾ ശാസ്താവിൻ്റെ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ നല്ലൊരു റോസാപ്പൂ കൊണ്ട് കൊലായി നിൽക്കുന്ന ചുമന്ന റോസാപ്പൂ കേട്ടോ. ഇതാണ് മേൽത്തേവർ ശിവക്ഷേത്രം. എനിക്ക് നേരത്തെ പേര് കിട്ടുന്നുണ്ടായിരുന്നില്ല. മേൽത്തേവർ ശിവക്ഷേത്രമാണ് കേട്ടോ കണിമംഗലത്തെ. അപ്പോൾ അടിപൊളി അമ്പലമാണ്, നല്ല പഴമയുള്ള നല്ലൊരു ക്ഷേത്രമാണ് കേട്ടോ മേൽത്തേവർ ശിവക്ഷേത്രം. ഇവിടെയാണ് എപ്പോഴും ഞാൻ വരാറുണ്ടായിരുന്നു, നടന്നൊക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ശിവക്ഷേത്രത്തിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് നടക്കുക. എപ്പോഴും ഞാൻ വിചാരിക്കും വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കരുത്, അപ്പോൾ വീഡിയോ അനങ്ങും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചേട്ടൻ നടക്കണ കണ്ട ഞാനറിയാണ്ട് കാലുകൾ ഇങ്ങനെ ചലിച്ചു പോയിക്കൊണ്ടിരിക്കും. അതാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഷെയ്ക്കാവുന്നതിൽ വിഷമമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ശിവക്ഷേത്രത്തിലേക്ക് അങ്ങ് കയറായിട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ തുമ്പക്കൂടൊക്കെ പൊട്ടിച്ച് പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തുമ്പപ്പൂ കൊണ്ടുള്ള പുഷ്പാഞ്ജലി നമ്മൾ കഴിക്കാറുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് സന്തോഷമാണ്, സമാധാനമാണ്, മനസ്സിന് ധൈര്യമാണ്. അപ്പം തുമ്പക്കൂടം കൊണ്ടുള്ള പൂജ കഴിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുക ആണല്ലോ നമ്മൾ പറയാം. അതായത് തുമ്പക്കൂടം കൊടുക്കുന്ന ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ തുമ്പപ്പൂ കൊണ്ടുള്ള പൂജ നടത്തുന്നത്. നമുക്ക് അസുഖങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഭേദമായി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തുമ്പക്കുടം കൊണ്ട് പൂജയ്ക്ക് കൊടുക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഈ ശിവക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണ് ഈ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നല്ല കാടൊക്കെ പിടിച്ചിട്ട് ഈ ടൗണിൽ ഈ കണിമംഗലം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ളൊരു കാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് അല്ലേ. അങ്ങനെ ഇവിടുന്ന് ഒരു നാഗക്കാവുണ്ട്, എനിക്ക് നാഗങ്ങളെ കാണാൻ
സാധിച്ചില്ല, എങ്കിലും അവിടുത്തെ വിളക്ക് കൊളുത്തുന്ന ഒരു ഏരിയയൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് അവിടെ നിന്ന് നോക്കി തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെരുപ്പൊക്കെ ഊരി എൻ്റെ ചെരുപ്പ് പോയിടോ, ഞാനിത് പറയാനായിട്ട് വിട്ടുപോയി. കഴിഞ്ഞ വ്യാഴാഴ്ച അമ്പലത്തിൽ പോയപ്പോഴേ എൻ്റെ ചെരുപ്പ് ആരോ എടുത്തുകൊണ്ട് പോയി. ചേട്ടൻ്റെ ചെരുപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ ചെരുപ്പ് ആരോ എടുത്തുകൊണ്ട് പോയിട്ടോ. ആർക്കും ഇഷ്ടപ്പെട്ടിട്ട് എടുത്തുകൊണ്ട് പോയത് സ്റ്റുഡിയോന്ന് മേടിച്ച ചെരുപ്പാണ്. കുറേ കാലമായി, എങ്കിലും അത് ഇടാൻ വേണം ആൾക്കാർക്ക് ഇല്ലാണ്ടായിരിക്കുമല്ലോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത്ര ഇല്ലാത്ത ഒരാളായിരിക്കും ആ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിണ്ടാവുന്ന മനസ്സിലായി. അങ്ങനെ ഞാൻ നാഗക്കാവ് വന്ന് കാണുക, ഞാൻ ചേട്ടനോട് പറയും ഇവിടെയാണ് നാഗക്കാവ്, എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. വേറൊരാൾ അവിടെ നിൽക്കണ്ടായിരുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഞാനത് കാണാൻ വന്നത്. പിന്നെ ഈ ഏരിയയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത്രയും വ്യക്തമായിട്ട് നല്ല രീതിയിലൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ ചേട്ടൻ നടക്കായി. അപ്പോൾ നമ്മൾ ഇറങ്ങി, നമ്മൾ ആലിൻ്റെ കടക്കിലാണല്ലോ കാറ് പാർക്ക് ചെയ്ത്. അപ്പോഴും ഇവിടെയുണ്ട് ആ ചുമന്ന ഭംഗിയുള്ള നല്ല ഒരു പൂക്കളുള്ള മേൽത്തേവ ശിവക്ഷേത്രത്തിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ അതാ കാറിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നു. എന്ത് രസമായിട്ടാണല്ലേ ഇത്. ഇനി വീടിനകത്തോട്ട് കയറ്റുമ്പോൾ പിന്നെ ഇല മാത്രം ബാക്കിയാവും. ചന്ദനവും പൂക്കളും ഒക്കെ നമുക്ക് ഇങ്ങനെ വിശേഷപ്പെട്ട സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുമ്പോഴേ കുറേ നാൾക്ക് ശേഷം കിട്ടുന്നതാണ് ഇതൊക്കെ. അമ്പലങ്ങളിലേക്ക് പോക്ക് എന്ന് വെച്ചാൽ അയ്യപ്പൻകാവിലേക്കായാലും പിന്നെ അയ്യപ്പൻകാവ് എന്ന് പറയാം, കണിമല ശാസ്താവിൻ്റെ അവിടെ അയ്യപ്പൻകാവ് എന്നാ പറയാ. അതുപോലെ ശിവക്ഷേത്രത്തിലേക്ക് കേട്ടോ പോവാം, മേൽത്തേവ ശിവക്ഷേത്രം. അപ്പോൾ ശിവക്ഷേത്രത്തിലേക്കൊക്കെ പോയി പൂജകൾ കഴിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും സമാധാനവും നമുക്ക് പറയില്ലേ. ഈ അമ്പലത്തിൽ പോകുന്നതും ഈശ്വരനെ വിളിക്കുന്നതും എല്ലാം നമ്മൾ ഹിന്ദുക്കൾക്ക് അതൊരു വലിയ സന്തോഷമാണ്. എന്നും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകണം, വൈകിട്ട് കുളിച്ച് അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു വലിയൊരു നിർവൃത്തിയാണ്. വേറെ അത് ആഗ്രഹിക്കുന്നവർക്ക് അമ്പലത്തിൽ പോകണം. നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അമ്പലങ്ങളിലേക്ക് പോവുക, അമ്പലങ്ങളുമായിട്ട് സഹവസിച്ച് ജീവിക്കുക എന്നൊക്കെ നമ്മൾ പറയണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നമുക്ക് എവിടെ തിരിഞ്ഞാലും നമ്മൾക്ക് ഉണ്ടാകുന്ന തന്നെയാണല്ലേ. നമ്മൾ ഏതൊക്കെ ലോകത്തിൽ എവിടെയൊക്കെ നമ്മൾ കറങ്ങാൻ പോയാലും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ അമ്പലത്തിൽ എന്നും രാവിലെ എണീറ്റ് നമ്മുടെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന ഒരു സന്തോഷവും സുഖവും ഒന്നും നമുക്ക് ഈ ഭൂമിയിൽ എവിടെ പോയാലും അത് ശീലിച്ചവർക്ക് കിട്ടില്ല അല്ലേ. എത്രയൊക്കെ പുതിയ ഫുഡുകൾ വെറൈറ്റി കഴിക്കാൻ പോയാലും എവിടെ പോയാലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ നാടും നമ്മുടെ അമ്പലങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മളുടെ ജീവിതം തന്നെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. എന്തൊക്കെ നമ്മൾ പൊതുമേ നമ്മളിലേക്ക് ആഗ്രഹിച്ചു പോയാലും. ഇപ്പോൾ പിന്നെ എല്ലാവരും അമ്പലങ്ങളൊക്കെ ആയിട്ട് നല്ല വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തുമ്പോൾ ഒരു സന്തോഷവും സമാധാനവുമാണ്. ഇനിയിപ്പോൾ കിച്ചണിൽ കയറണം, കിച്ചണിലെ പണികൾ അതൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ഇപ്പോൾ നോണൊന്നും ഇല്ലാത്ത കാരണം നല്ല സുഖമാണ്. 2-3 തരങ്ങളൊക്കെ വെക്കണം, അച്ചാറൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടിയങ്ങ് നമ്മളങ്ങ് കഴിക്കണം ഫുഡല്ലേ. അപ്പം നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. ചിന്തി പിസ ഫാമിലികളോ സൈനിങ്ങോ ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി കർക്കിടക മാസം ആശംസകൾ കേട്ടോ.